കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ വലിയ കൃപയാൽ നമ്മൾ ഒരുമിച്ച് 88ാമത്തെ എപ്പിസോഡിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ചില എപ്പിസോഡുകളായി യോഹന്നാൻ്റെ സുവിശേഷം 11ാം അധ്യായം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. 11ാം അധ്യായത്തിലാണ് കർത്താവായ യേശുക്രിസ്തു ലാസറസിനെ ഉയർപ്പിച്ച ചരിത്രം എഴുതിയിരിക്കുന്നത്. ആ അത്ഭുതം യോഹന്നാൻ്റെ സുവിശേഷത്തിലെ കർത്താവ് ചെയ്ത 7ാമത്തെ അത്ഭുതമാണ്. ഈ അത്ഭുതങ്ങളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നതാണ്. 4ാമത്തെ സുവിശേഷത്തിൻ്റെ എഴുത്തുകാരനായിരിക്കുന്ന അപ്പോസ്തലനായ യോഹന്നാന് യേശുക്രിസ്തുവിൻ്റെ ദൈവത്വമാണ് തൻ്റെ ഓഡിയൻസിനോട് പറയുവാനുള്ളത്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനെന്ന് ആളുകൾ വിശ്വസിച്ച് അത് നിമിത്തം അവർക്ക് നിത്യജീവൻ ഉണ്ടാകുവാനായിട്ടാണ് ഈ 4ാമത്തെ സുവിശേഷം എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത്. 57 വാക്യങ്ങളടങ്ങിയ 11ാം അധ്യായത്തെ നമ്മൾ ചെറിയ വിഭജനങ്ങളായി തിരിച്ചിരുന്നു. ആദ്യത്തെ 16 വാക്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച ശേഷം 17 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. അവിടെ കർത്താവ് 4ാം ദിവസം യെരുശലേമിന് അരികെയുള്ള ബഥാനിയയിൽ വന്നു എന്ന് നമ്മൾ കണ്ടു. മാർത്ത അവനെ എതിരേൽപ്പാനായി കടന്നു വരുന്നു. പിന്നീട് മറിയ കടന്നു വരുന്നു. അതിനുശേഷം കർത്താവ് അവരോടും യഹൂദന്മാരോടുമൊക്കെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ പാപത്തിനെതിരെയും മരണത്തിനെതിരെയുമുള്ള കർത്താവിൻ്റെ ആ ദേഷ്യത്തെ നമ്മൾ മനസ്സിലാക്കി. കർത്താവ് ഈ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബത്തോട് ചേർന്ന് ദുഃഖിക്കുന്നതായിട്ടും നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് മനസ്സിലാക്കിയുണ്ടായി. ഇന്ന് ഈ എപ്പിസോഡിൽ 17 മുതൽ 37 വരെയുള്ള വേദഭാഗത്തിൽ നമ്മൾ കാണുന്ന വളരെ പ്രധാനപ്പെട്ട കർത്താവിൻ്റെ ഒരു പ്രസ്താവനയാണ് പിന്നെയും ധ്യാനിക്കുവാനായി താല്പര്യപ്പെടുന്നത്. യോഹന്നാൻ 11 അതിൻ്റെ 25, 26 വാക്യങ്ങൾ ഞാൻ പരസ്യമായി വായിക്കുന്നു. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവനാരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ടാണ് ഈ എപ്പിസോഡിൽ ചില കാര്യങ്ങളിലൂടെ ദൈവമക്കളെ ഓർപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. 25, 26 വാക്യങ്ങളിൽ ഞാൻ ഇപ്പോൾ വായിച്ച കർത്താവിൻ്റെ ഈ പ്രധാനപ്പെട്ട പ്രസ്താവന, കർത്താവ് മാർത്തയുടെയും മറിയയുടെയും ഗ്രാമമാകുന്ന ബഥാനിയയിൽ കടന്നു വന്ന സമയത്ത് മാർത്ത കർത്താവിനെ എതിരേൽക്കുവാനായി കടന്നു പോകുന്നതായിട്ട് നമ്മൾ ഇതിനോടകം കണ്ടതാണ്. ആ സമയത്ത് മാർത്തയോട് പറയുന്ന വചനമായിട്ടാണ് നമ്മൾക്ക് ഈ ഭാഗത്തിൽ നിന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, 20ാം വാക്യം, യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽക്കുവാൻ ചെന്നു, മറിയയോ വീട്ടിൽ ഇരുന്നു. ഒരു പക്ഷെങ്കിൽ ഒരു മെസ്സഞ്ചർ വന്ന് മാർത്തയോട് യേശു വരുന്നു എന്ന ആ വാർത്ത കൊടുത്തു. മാർത്ത അത് കേട്ടിട്ട് ഉടൻ ആ വാർത്തയോട് പ്രതികരിക്കുകയാണ്. തൻ്റെ സിസ്റ്ററായിരിക്കുന്ന മറിയയോട് മാർത്ത ഒരു പക്ഷെങ്കിൽ ആ സമയത്ത് പറഞ്ഞു കാണുകയില്ല. കാരണം പിന്നീട് നമുക്ക് കാണുവാൻ കഴിയും 29ാം വാക്യത്തിൽ തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ച്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കർത്താവ്
ബഥാനിയയിലേക്ക് വരുന്ന സമയത്ത് മാർത്ത ആ വിവരം ആദ്യം അറിഞ്ഞു. മറിയോട് ഒരു പക്ഷെങ്കിൽ ആ വിഷയം ആ സമയത്ത് പറഞ്ഞു കാണുകയില്ല എന്നാണ് നമുക്ക് അനുമാനിക്കുവാനായി കഴിയുന്നത്. അങ്ങനെ മാർത്ത ഈ വാർത്ത കേട്ട ഉടൻ തന്നെ കർത്താവിനെ എതിരേൽക്കുവാനായി കടന്നു പോകുന്നതായിട്ട് നമ്മൾക്ക് 20-ാം വാക്യത്തിൽ നിന്ന് കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു സത്യം, 30-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. മാർത്തയും മറിയയും കർത്താവിനെ എതിരേൽക്കുന്നത് ബഥാനിയയിലേക്ക് കർത്താവ് പ്രവേശിക്കുന്നതിന് തൊട്ട് വെളിയിലുള്ള സ്ഥലത്താണ്. അതിനൊരു കാരണമുണ്ട്. യഹൂദന്മാരുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവരുടെ മരിച്ചവരെ അടക്കുന്നത് ഗ്രാമത്തിനോ പട്ടണത്തിനോ പുറത്തുള്ള ശ്മശാനങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് ലാസറസിനെ അടക്കിയ സ്ഥലത്തിന് വളരെ അരികെയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. മാർത്തയുടെയും മറിയയുടെയും ഗ്രാമത്തിൽ പ്രവേശിക്കാതെ കർത്താവ് വന്ന വഴിക്ക് തന്നെ ആ പുറത്തുള്ള സ്ഥലത്ത് അവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അവിടെയാണ് മാർത്തയും മറിയയും ചെന്ന് കർത്താവിനെ ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആദ്യം മാർത്ത ചെന്ന് കർത്താവിനെ ഗ്രീറ്റ് ചെയ്ത ശേഷം 21-ാം വാക്യം, മാർത്ത യേശുവിനോട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ യാതൊരു നിലയിലും ഇവിടെ മാർത്ത വിമർശിക്കുന്നില്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. വാസ്തവത്തിൽ മാർത്തയ്ക്ക് തന്നെ അറിയാം, മെസ്സഞ്ചറിനെ കർത്താവിൻ്റെ അടുക്കലേക്ക് അയച്ച് കഴിഞ്ഞ ഉടൻ തന്നെ ലാസറസ് മരിച്ചിരുന്നു. മെസ്സഞ്ചർ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് വാർത്ത പറയുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ആങ്ങള മരിച്ചു പോയതായിരുന്നു. അതുകൊണ്ട് 21-ാം വാക്യത്തിൽ മാർത്ത കർത്താവിനെ കാണുമ്പോൾ ഗ്രീറ്റ് ചെയ്ത് പറയുന്ന വാക്കുകൾ ഒരിക്കലും ഒരു ക്രിറ്റിസിസം അല്ല എന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അവൾ അവളുടെ വിശ്വാസത്തെ കർത്താവിനോട് ഏറ്റുപറയാണ്. കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലാസറിനെ വിടുവിച്ചേനേയും എന്നാണ് അവൾ അവിടെ പറയുന്നത്. എന്നാൽ കർത്താവിന് ഇപ്പോഴും ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ലാസറിനെ പുറത്ത് ജീവനുള്ളവരുടെ അരികിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെന്നുള്ള അത്രയും വിശ്വാസം മാർത്തയ്ക്ക് ഈ സമയത്തില്ലായിരുന്നു എന്ന് നമ്മൾക്ക് ചിന്തിക്കുവാൻ കഴിയും. 22-ാം വാക്യം, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. അത് കർത്താവിനെക്കുറിച്ചുള്ള ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റായിട്ട് മാത്രമാണ് മറിയ അവിടെ പറയുന്നത്. പിതാവാം ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹമുള്ള ഒരാളായി കർത്താവായ യേശുക്രിസ്തുവിനെ മാർത്ത തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റായിട്ടാണ് മാർത്ത ഇവിടെ പറയുന്നത്. അല്ലാതെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കർത്താവിന് ഇപ്പോഴും ലാസറസിനെ പുറത്തു കൊണ്ടുവരാൻ കഴിയും എന്ന വിശ്വാസം നമ്മൾക്ക് 22-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ കഴിയത്തില്ല. കാരണം പിന്നീട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് 24-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ 39-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് മാർത്ത പറയുന്നത്, കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവേ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 22-ാം വാക്യത്തിൽ മാർത്ത പറയുമ്പോൾ അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റായി കർത്താവിനെക്കുറിച്ച് പറയുകയാണ്. അല്ലാതെ ആ സമയത്തും കർത്താവിന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ലാസറിനെ ഉയർപ്പിക്കാൻ കഴിയുമെന്നുള്ള ആ വിശ്വാസം മാർത്തയ്ക്ക് അവിടെ ഇല്ല എന്ന് ഗ്രഹിപ്പാനായിട്ട് കഴിയും. 23-ഉം 24-ഉം വാക്യം, യേശു അവളോട്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. കർത്താവ് പ്രസൻ്റായിട്ടുള്ള ഉയർപ്പിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളത് കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചതാണ്. 24-ാം വാക്യം, മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിൽ പുനരുത്ഥാനത്തിൽ
അവൻ ഉയിർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. ആ കാലഘട്ടത്തിൽ യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത് പോലെ തന്നെ മാർത്തയും വിശ്വസിക്കുന്നു. ഒടുക്കലത്തെ നാളിൽ ഒരു ഉയർപ്പുണ്ട്, അന്ന് എൻ്റെ ആങ്ങള ലാസറസ് ഉയർക്കും എന്ന് അവൾ വിശ്വസിക്കുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവിനത് ചെയ്യുവാൻ കഴിയുമെന്നുള്ള ആ വിശ്വാസം മാർത്തയ്ക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്ക് ഇവിടെ ചിന്തിക്കുവാനുള്ളത്, ഒടുക്കലത്തെ നാളിൽ യേശുവിന് ആങ്ങളെ ഉയർപ്പിക്കാൻ കഴിയുമെന്നുള്ളത് മാർത്ത വിശ്വസിക്കുന്നുണ്ട്. ആ കർത്താവാണ് ഇപ്പോൾ തൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്നത്. ഇപ്പോഴും കർത്താവിന് ഉയർപ്പിക്കാൻ കഴിയുമെന്ന് എന്തോ മാർത്തയ്ക്ക് ആ സമയത്ത് ആ വിശ്വാസം തന്നിൽ ഇല്ല എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് വാസ്തവത്തിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരു പ്രത്യേക ചിന്ത ഇവിടെയും കാണുവാനായിട്ട് കഴിയും. 23-ാം വാക്യത്തിൽ കർത്താവ് ഇപ്പോൾ ഉടനെ ലാസറിനെ ഉയർത്തും എന്ന ആശയം പറയുന്നത് 24-ാം വാക്യത്തിൽ മാർത്തയുടെ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാർത്ത അത് ഗ്രഹിക്കുന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുന്ന ദൈവമക്കൾക്കറിയാം, പല സമയങ്ങളിലും കർത്താവ് പറയുന്ന ആത്മീക കാര്യങ്ങൾ മനുഷ്യർ ഗ്രഹിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് അധികം ഡീറ്റെയിലേക്ക് ഞാൻ ആ വിഷയത്തിൽ പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. നിക്കോദിമോസിനോട് പുതിയ ജനനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായില്ല. 4-ാം അധ്യായത്തിൽ ശമര്യക്കാരത്തി സ്ത്രീയോട് ജീവജലത്തെക്കുറിച്ച് പറയുമ്പോൾ അവൾക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കർത്താവ് പറയുന്ന പല കാര്യങ്ങൾ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന സത്യം പിന്നെയും നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. 23-ാം വാക്യത്തിൽ യേശു മാർത്തയോട് പറയുന്നത്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. കർത്താവ് അർത്ഥമാക്കുന്നത് now, in the present, he will be resurrected. മാർത്ത ഉടനെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്, വ്യാഖ്യാനിച്ച് ഒടുക്കലത്തെ ദിവസത്തെ ഉയർത്തെഴുന്നേൽപ്പാക്കി അവൾ മാറ്റുകയാണ്. തീർച്ചയായും ഒടുക്കലത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കും, അങ്ങനെയൊരു ഉയർപ്പ് ഉണ്ട്. പക്ഷേ കർത്താവ് അർത്ഥമാക്കിയ ഇപ്പോഴത്തെ ഉയർപ്പിനെക്കുറിച്ച് മാർത്ത ഗ്രഹിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ പശ്ചാത്തലത്തിലാണ് 25-ാമത്തെയും 26-ാമത്തെയും വാക്യം കർത്താവ് പ്രഖ്യാപിക്കുന്നത്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. 26-ാം വാക്യം, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. നമ്മൾ ഈ 2 വാക്യങ്ങൾ നമ്മളൊന്ന് ക്ലോസായിട്ട് നോക്കി. അതിൽ 25-ാമത്തെ വാക്യത്തിലാണ് പ്രധാനമായിട്ട് ഞാൻ നിൽക്കുവാനായി താല്പര്യപ്പെടുന്നത്. ഈ 2 വാക്യത്തിലൂടെ കർത്താവ് മാർത്തയെ ചലഞ്ച് ചെയ്യുകയാണ്. കേവലം പുനരുത്ഥാനത്തിലുള്ള ഉപദേശപരമായുള്ള ചിന്തയിൽ നിൽക്കാതെ കർത്താവായ യേശുക്രിസ്തുവിൽ, വ്യക്തിത്വത്തിൽ, തൻ്റെ ദൈവത്വത്തിൽ ആഴമായി മാർത്ത വിശ്വസിക്കുവാനുള്ള ആഹ്വാനമാണ് 25, 26 വാക്യങ്ങളിൽ കർത്താവ് മാർത്തയ്ക്ക് കൊടുക്കുന്നത് എന്ന് ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അതിൽ ഒരു പ്രധാനപ്പെട്ട ചിന്ത 25-ൻ്റെ ആദ്യ ഭാഗങ്ങൾ, യേശു അവളോട്, അതായത് മാർത്തയോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. ഇതാണ് അതിൻ്റെ ആദ്യ ഭാഗം. ദൈവമക്കൾക്കറിയാം, നമ്മളിങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഞാനാകുന്നവൻ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലെ 5-ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. ഓർക്കുന്നുണ്ടാവുമല്ലോ, 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് കർത്താവ് പ്രസ്താവിച്ചു. 8-ാം അധ്യായത്തിൻ്റെ 12-ാം വചനത്തിൽ ഞാനാണ് ലോകത്തിൻ്റെ വെളിച്ചം എന്ന് കർത്താവ് പ്രസ്താവിച്ചു. 3-ാമതായി നമ്മൾ യോഹന്നാൻ 10-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ യേശു പിന്നെയും അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു. 4-ാമത്തെ പ്രസ്താവനയായി 10-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ഞാൻ നല്ല ഇടയൻ. കർത്താവിൻ്റെ ഞാനാകുന്നവൻ, ഐ ആം എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മളിങ്ങനെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പഠിച്ചു വരികയാണ്.
ഇത് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. നമുക്ക് അല്പം കൂടെ ആഴത്തിൽ ആ വാക്യത്തെ ഒന്ന് ശ്രദ്ധിക്കാം. മറ്റ് ഞാനാകുന്നവൻ എന്നുള്ള പ്രസ്താവനകൾ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടെ സൂചിപ്പിക്കാം. ഇംഗ്ലീഷിൽ ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ്, ഐ ആം എന്നുള്ള കർത്താവിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് മലയാളത്തിൽ ഞാൻ തന്നെ എന്നുള്ള ആ പ്രയോഗം മൂലഭാഷയിൽ ഇഗോ എയ്മി എന്ന പ്രയോഗമാണ്. അത് വാസ്തവത്തിൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. ദൈവത്തിന് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ മോശയ്ക്ക് ദൈവം തൻ്റെ നാമത്തെ വെളിപ്പെടുത്തിയപ്പോൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ആ നാമത്തെയാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തു ഇവിടെയും ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത്. ഞാനാകുന്നവൻ എന്നുള്ള എല്ലാ പ്രസ്താവനയിലും യേശു തൻ്റെ ദൈവത്വത്തെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. അനേക ആളുകൾ പറയുന്നത് യേശുക്രിസ്തു തന്നെത്താൻ ദൈവത്വം ഒരിക്കലും അവിടുന്ന് പറഞ്ഞിട്ടില്ല, അവിടുന്ന് ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല, തൻ്റെ ദൈവത്വത്തെക്കുറിച്ച് അവിടുന്ന് പ്രൊക്ലെയിം ചെയ്തിട്ടില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അത് തികച്ചും തെറ്റായ ഒരു ചിന്തയാണ്. യേശു ദൈവമാണെന്ന് പല ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം എഴുതിയത് തന്നെ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ കുറിച്ച് ആളുകൾക്ക് ബോധ്യം വരുത്തുവാനാണ്. ഈ 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ ഞാൻ തന്നെ എന്നുള്ള ആ പ്രയോഗം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്നു. കേവലം ഒരു മനുഷ്യൻ ആ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അത് ദൈവദൂഷണമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല, അവിടുന്ന് മനുഷ്യ വേഷത്തിൽ പ്രത്യക്ഷനായ സാക്ഷാൽ ദൈവമാണ്. ഈ ഒരു പ്രസ്താവന അത് ആ കർത്താവിൻ്റെ ദൈവത്വത്തെ പിന്താങ്ങുന്ന പ്രസ്താവനയാണ് എന്ന് നമ്മൾക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. 25-ാം വാക്യത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ രണ്ടാമത്തെ ഒരു വിഷയം നമ്മൾക്ക് അവിടെ നിന്ന് കാണുവാനുള്ളത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ജീസസ് ഈസ് ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ലോകത്തിലെ ഒരു മനുഷ്യനും പറയുവാൻ കഴിയാത്ത ഒരു പ്രസ്താവനയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചതാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാനത് വായിക്കാം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മരണമെന്ന് പറയുന്നത് ജീവൻ മനുഷ്യനിൽ നിന്ന് വേർപെടുകയാണ്. യേശുവാര, ഹി ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ മരണം സംഭവിച്ചിരിക്കുകയാണ്. ആ ഭവനത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന മാർത്തയോടാണ് യേശു പറയുന്നത്, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. അർത്ഥം, മറിയേ, നിനക്ക് ആഴത്തിൽ ഒരു വെളിപ്പാടുണ്ടാകണം. അവസാനത്തെ ദിവസം ഉയർപ്പിക്കാൻ പോകുന്നത് ഞാനാണ്. ഞാൻ ഇവിടെ നിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. എനിക്ക് നിൻ്റെ സഹോദരനെ ഉയർപ്പിക്കാൻ കഴിയും. ബിക്കോസ് ഐ ആം ലൈഫ്. ഞാൻ മുഖാന്തരമാണ് ഈ ഉയർപ്പ് സംഭവിക്കുന്നത്. ഞാനിപ്പോൾ നിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുകയാണ്. ഐ ക്യാൻ ഡൂ ദ മിറക്കിൾ നൗ. യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു പ്രയോഗമാണ്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 21-ാം വാക്യം ദൈവമക്കൾ ദയവായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷം നിങ്ങൾ പഠിക്കുമ്പോൾ, ഇതൊരു ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ബൈബിൾ നിങ്ങൾ വയ്ക്കുകയും അത് തുറക്കുകയും ഞാൻ പറയുന്ന വേദഭാഗങ്ങൾ നിങ്ങൾ എടുത്ത് ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യുവാൻ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുകയാണ്. വളരെ കാതലായ വേദശാസ്ത്രപരമായ ചിന്തകളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. നോക്കി, 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം,
പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രൻ താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു പ്രൊക്ലമേഷനാണ് നമ്മളിവിടെ കാണുന്നത്. പിതാവാകുന്ന ദൈവം മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നു. അതുപോലെ തന്നെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. ഇതിൻ്റെ അർത്ഥം പിതാവും പുത്രനും ദേ ആർ ഈക്വൽ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ, അവിടുത്തെ ജഡ അവതാരത്തിൽ തീർച്ചയായും പിതാവിന് പുത്രൻ സബോർഡിനേറ്റ് ആയിരുന്നു. പക്ഷേ ഇന്നലത്തെ നിത്യത മുതൽ പിതാവും പുത്രനും ഒന്നാണ്. ദേ ആർ ഈക്വൽ. നമ്മളെ വിഷയങ്ങൾ ചിന്തിച്ചതാണ്. ഒരു പ്രാവശ്യം കൂടെ 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. മരിച്ചവരിൽ നിന്നുള്ള ഉയർപ്പ് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട ഉപദേശ സത്യമാണ്. മരണമല്ല ഒരു വ്യക്തിയുടെ അവസാനം. ദേ വിൽ ബി റിസറക്റ്റഡ്. ബൈബിളിൽ വളരെ ശക്തമായി ദൈവത്തിന് ആളുകളെ ഉയർപ്പിക്കുവാൻ കഴിയുമെന്നുള്ളതിന് രേഖകൾ ഉണ്ട്. ചില വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരാം. ആവർത്തന പുസ്തകം 32-ന്റെ 39-ാം വാക്യം, 1 ശമൂവേൽ 2-ന്റെ 6, 2 രാജാക്കന്മാർ 5-ാം അധ്യായം 7-ാം വചനം, അപ്പോസ്തല പ്രവൃത്തി 26:8, 2 കൊരിന്ത് ലേഖനം 1:9, എബ്രായ ലേഖനം 11:19. അതിൽ അപ്പോസ്തല പ്രവൃത്തികൾ 26-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഞാൻ ഒന്ന് വായിക്കുകയാണ്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നത് വിശ്വാസയോഗ്യമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് എന്ത്? ഗോഡ് ക്യാൻ റൈസ് ദ ഡെഡ്. ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ ഉപദേശം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ ദൈവം വളരെ അത്ഭുതകരമായി മരിച്ചവരെ ഉയർപ്പിക്കുന്നത് എഴുതിയിട്ടുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ, അതുപോലെ തന്നെ 2 രാജാക്കന്മാർ 4-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ, 2 രാജാക്കന്മാർ 13-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ, ഇവിടെയെല്ലാം പഴയ നിയമ റെക്കോർഡുകളിൽ അനേക ഇൻസ്റ്റൻസുകളിൽ മരിച്ചവർ ഉയർക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെയൊക്കെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിലൂടെ ദൈവം തൻ്റെ ശക്തിയെ പ്രദർശിപ്പിച്ചു. അങ്ങനെ മരിച്ച ആളുകൾ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തു കേവലം ദൈവത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമല്ല, ഹീ ഈസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫ്ലഷ്. പ്രവാചകൻ ദൈവം കൊടുത്ത നിയോഗത്തിൽ ദൈവിക ശുശ്രൂഷ ചെയ്തു. കർത്താവായ യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്. അവിടുത്തെ പരമാധികാരത്തിൽ നിന്നുകൊണ്ട് നേരിട്ട് ആളുകളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവമക്കൾക്കറിയാം, 3 പ്രധാനപ്പെട്ട ഇൻസ്റ്റൻസുകളാണ് കർത്താവായ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആളുകളെ ഉയർപ്പിക്കുന്നത്. അതിൽ ഒരെണ്ണമാണ് നമ്മളിവിടെ യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ യായിരോസിൻ്റെ മകൾ 12 വയസ്സുള്ള ഒരു കുട്ടിയെ കർത്താവായ യേശുക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ നൈൻ എന്ന് പറയുന്ന പട്ടണത്തിലെ വിധവയായ ഒരു സ്ത്രീയുടെ മകനെ കർത്താവ് അത്ഭുതകരമായി ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബൈബിളിൽ ദൈവം ആളുകളെ ഉയർപ്പിക്കുന്നു. പിതാവാം ദൈവം അത് ചെയ്തിട്ടുണ്ട്, പുത്രനായ യേശു ചെയ്തിട്ടുണ്ട്. യേശു ദൈവമാണ്. ജീസസ് ഈസ് ഗോഡ് ആൻഡ് ഓൺലി ഗോഡ് ക്യാൻ റൈസ് ദ ഡെഡ്. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു അസാധാരണ അത്ഭുതമാണ് മരിച്ചുപോയ ആളുകളെ ജീവൻ ശരീരത്തിൽ നിന്ന് വിട്ടുപോയ ശേഷം അവരെ മടക്കി ഉയർപ്പിക്കുന്നു. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം
26 ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. സി, ദ ഫാദർ ആൻഡ് ദ സൺ ആർ ഈക്വൽ. പിതാവിന് തന്നിൽ തന്നെ ജീവനുണ്ട്. ഹി ഈസ് ദ സോഴ്സ് ഓഫ് ലൈഫ്. ഇതുപോലെ തന്നെ പുത്രനായ യേശുവിനും തന്നിൽ തന്നെ ജീവനുണ്ട്. അതുകൊണ്ട് അവിടുത്തേക്ക് ഇഷ്ടമുള്ളവരെ അവിടുന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അവിടുന്ന് പരമാധികാരിയാണ്. അങ്ങനെ ഞാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും പിതാവിൻ്റെ നിയോഗത്തിൽ നിന്നുകൊണ്ടാണ് പുത്രൻ ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. ഇറ്റ് ഈസ് ഇൻ പെർഫെക്റ്റ് എഗ്രിമെൻറ്റ് വിത്ത് ദ ഫാദർ. അത് നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്കത് കാണുവാനായിട്ട് കഴിയും. 19-20 വാക്യം. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും ഔവണ്ണം തന്നെ ചെയ്യുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിലും വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ 5-ാം അധ്യായം ധ്യാനിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചതാണ്. അതുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. യേശുവിൻ്റെ പ്രസ്താവന ദൈവമക്കൾ 11:25 ദയവായി ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനോടുള്ള ബന്ധത്തിലാണ് 5-ാം അധ്യായത്തിലേക്ക് പോയി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന പ്രയോഗമാണെന്ന് ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുവാൻ കാരണം, യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. പുനരുത്ഥാനവും ജീവനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന അതിപ്രധാനമായ പ്രസ്താവനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇവിടെ നിന്നുകൊണ്ട് വേറൊരാശയം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യവും 6-27 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് തീർച്ചയായും ആത്മീകമായി മരിച്ചവരെയും ആത്മീകമായ ജീവനിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. ഈ കാര്യം കൂടെ ശാരീരിക മരണം അനുഭവിച്ചവരെ ജീവനിലേക്ക് കൊണ്ടുവരുന്നു എന്ന കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കണം. ബൈബിളിൽ ദൈവമക്കൾക്കറിയാം വ്യത്യസ്തമാകുന്ന മരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ശാരീരിക മരണമുണ്ട്, ആത്മീക മരണമുണ്ട്, നിത്യമരണമുണ്ട്. ശാരീരിക മരണത്തിൽ നിന്നും കർത്താവിന് ഉയർപ്പിക്കാൻ കഴിയും, കാരണം കർത്താവ് ദൈവമാണ്. ആത്മീക മരണം, ദൈവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നു പോകുന്നതാണ് ആത്മീകമായിട്ടുള്ള മരണം. പാപത്താൽ ഭരിക്കപ്പെടുന്ന, പിശാചിനാൽ ഭരിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിൽ നിന്ന് അകന്നു നടക്കുകയാണ്. ഹി ഈസ് സ്പിരിച്വലി ഡെഡ്. ജീസസ് ക്യാൻ റിസറക്റ്റ് ഹിം ബൈ ഹിസ് വേർഡ്. യേശുവിന് അങ്ങനെയുള്ള വ്യക്തിയെയും അന്തരാത്മാവിൽ ഉയർപ്പിച്ച് ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിൽ കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നിത്യമരണത്തിൽ നിന്ന് ആ വ്യക്തിയെ വിടുവിക്കുവാൻ കഴിയും. അതുകൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ആ 25-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് സൂചിപ്പിക്കുവാനായി താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ 25-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവായ യേശുക്രിസ്തു 23 പറഞ്ഞത് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത മാർത്തയെ കർത്താവിങ്കലേക്ക് അവിടുത്തെ പ്രസ്താവനയിലൂടെ ആകർഷിക്കുകയാണ്. ഐ ക്യാൻ ഡൂ ദ മിറക്കിൾ എന്ന് മാർത്തയോട് കർത്താവ് പറയുകയാണ്. ഇതാണ് വാസ്തവത്തിൽ 25-ാം വാക്യത്തിൽ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കർത്താവ് ആഗ്രഹിക്കുന്നത് മാർത്ത തൻ്റെ ആങ്ങളയാകുന്ന ലാസറെ ഉയർപ്പിക്കുവാൻ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കണമെന്നാണ്. കാരണം കർത്താവിന് മരണത്തിന്മേൽ അധികാരം ഉണ്ട്. ഈ കാര്യം മാർത്ത ഗ്രഹിപ്പാനായി കർത്താവ് ആഗ്രഹിക്കുന്നു. അതാണ് നമ്മൾ 25-ാം വാക്യത്തിൽ കാണുന്നത്. 25-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഞാൻ ആ വാക്യം ഒന്ന് പൂർണ്ണമായി വായിച്ചിട്ട് 2-ാമത്തെ ഭാഗം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. യേശു അവളോട് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു. 2-ാം ഭാഗം, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദയവായി ദൈവമക്കൾ ശ്രദ്ധിക്കണം, മരണമെന്ന വാക്ക് നമ്മളവിടെ കാണുന്നു.
യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം ധ്യാനിച്ച സമയത്ത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. 8-ാം അധ്യായത്തിൽ ഏതാണ്ട് 8 പ്രാവശ്യം മരണമെന്ന വാക്ക് നിങ്ങൾ കാണും. 11-ാം അധ്യായത്തിൽ ഏതാണ്ട് 14 പ്രാവശ്യമെങ്കിലും നിങ്ങൾ മരണമെന്ന വാക്ക് കാണും. എന്താണ് ഇവിടെ കർത്താവ് അർത്ഥമാക്കുന്നത്? സൂക്ഷ്മമായി പരിശോധിച്ചാൽ 26-ാം വാക്യത്തിലും മരണമെന്ന പ്രയോഗം കാണുവാനായിട്ട് കഴിയും. 25-ാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ്, കർത്താവിൽ വിശ്വസിക്കുന്ന ഒരാൾ ശാരീരികമായി മരിക്കും, മരിച്ചാലും ആൾ ജീവിക്കും. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതുകൊണ്ട് ശാരീരിക മരണമില്ല എന്നാരും ചിന്തിക്കരുത്. ശാരീരികമായ മരണം വിശ്വാസിക്കും അവിശ്വാസിക്കും ഒരുപോലെ ഉണ്ട്. ഫിസിക്കൽ ഡെത്ത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച ഒരു ദൈവ പൈതൽ, അവിടെ എഴുതിയിരിക്കുന്നത് അവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 5:21, 5-ാം അധ്യായം 25 മുതൽ 29 വരെയുള്ള വാക്യം, 6-ാം അധ്യായം 39-40 വാക്യം, അതുപോലെ 6:44, 6:54 ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കർത്താവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ലാസറസിൻ്റെ ഉയർപ്പ് ഇപ്പോൾ ഉടൻ നടക്കാൻ പോവുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് എ ഷാഡോ ഓഫ് വാട്ട് വിൽ ടേക്ക് പ്ലേസ് ഇൻ ദ ഫ്യൂച്ചർ. കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്ന സകല വിശുദ്ധന്മാരെയും കർത്താവ് ഉയർപ്പിക്കും. ശാരീരിക മരണത്തിനൊരു വിശുദ്ധനെ എന്നേക്കുമായി തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഒരു ടെമ്പററി വേർപാട്, ആ വിശുദ്ധൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് മാറുന്നു, ഒരു ടെമ്പററി വേർപാട് നടക്കുന്നു. പക്ഷേ അവൻ ജീവിക്കും, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഇതാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. ഞാൻ ശാരീരിക മരണത്തെക്കുറിച്ച് കുറച്ച് വിശദീകരിക്കാൻ താല്പര്യപ്പെടുകയാണ്. എങ്കിലും 25-26 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു പ്രയോഗം ആവർത്തിക്കുന്നത് ഒന്നുകൂടെ കാണുക. എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന് 25-ാം വാക്യത്തിൽ, 26-ൽ എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന് 2 തവണ എഴുതിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പം കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു വിശുദ്ധൻ, നമ്മൾ ഇതിനോടകം പഠിച്ചതാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്ത ആർക്കും ആത്മരക്ഷയില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച ഒരു വിശുദ്ധൻ അവസാന ദിവസത്തിൽ കർത്താവ് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും, ശാരീരികമായി ഉയർത്തെഴുന്നേൽപ്പിക്കും. 8-ാം അധ്യായം നമ്മൾ പഠിച്ച സമയത്ത് ദൈവമക്കൾ ഓർക്കുന്നുണ്ടാകും. അതിൻ്റെ 24-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കണ്ടത്, ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് പറഞ്ഞു. പാപങ്ങളിൽ മരിക്കുന്നവരെക്കുറിച്ചാണ് 21-ാം വാക്യം 8-ാം അധ്യായത്തിൽ പറയുന്നത്. അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഇത് നമ്മൾ പഠിച്ച പാഠമാണ്. കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ പോകാൻ പോവുകയാണ് പിതാവിൻ്റെ അടുക്കലേക്ക്. അവിടേക്ക് യഹൂദന്മാരെ നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല. അതിൻ്റെ കാരണം എന്താ? ബിക്കോസ് യു ആർ ലിവിങ് ഇൻ സിൻ. നിങ്ങൾ പാപത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ല. ആകയാൽ നിങ്ങളുടെ മതപരമായ ചടങ്ങുകൾക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നിങ്ങളും മരിക്കും. പക്ഷെ ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്ക് വരാൻ കഴിയത്തില്ല എന്നർത്ഥം. അങ്ങനെ വരണമെങ്കിൽ ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. എങ്ങനെയുള്ളവനെന്ന്? 8-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുൾ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുക എന്നർത്ഥം. യഹൂദന്മാർ കേവലം യേശുവിനെ ഒരു പ്രവാചകനായിട്ടോ ഒരു റബി ആയിട്ടോ അംഗീകരിച്ചാൽ പോരാ. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വിശ്വസിക്കുന്ന ഒരാൾ മാത്രമേ കർത്താവ് പോകുന്ന ഇടത്തേക്ക്, അതായത് പിതാവിൻ്റെ അടുക്കലേക്ക്, സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയത്തുള്ളൂ എന്ന് കർത്താവ് 8-ാം അധ്യായത്തിൽ പറഞ്ഞ് നമ്മൾ ഒരല്പം വിശദീകരിച്ച് പഠിച്ച കാര്യമാണ്.
ഇതുപോലെ തന്നെ കർത്താവ് 11-ാമത്തെ അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഷുവർലി ഹി വിൽ ഡൈ ഫിസിക്കലി ബട്ട് ഹി വിൽ ലിവ്. അവനെ അവസാന ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കും. ആരെ ഉയർത്തെഴുന്നേൽപ്പിക്കും? എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്നവൻ. അപ്പോൾ തന്നെ വിശ്വാസം എന്നുള്ള വാക്ക് അല്പം ആഴമുള്ളതാണ് എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. കാരണം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോയ 30-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചതാണ്. 30-ാം വാക്യത്തിൽ അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. പക്ഷേ 31-ൽ എന്താണ് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസം എന്നുള്ളതിനെക്കുറിച്ച് കർത്താവ് പറയുന്നു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്ന എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി. യഥാർത്ഥ വിശ്വാസം ഒരുവനിൽ ഉണ്ടെങ്കിൽ അത് ശിഷ്യത്വത്തിലേക്ക് നയിക്കുന്നതാണ്. കർത്താവ് പറഞ്ഞ സകല വചനങ്ങളും അനുസരിക്കുന്നവനായിരിക്കും. നമ്മൾ 8-ാം അധ്യായത്തിൽ തന്നെ 47-ാം വാക്യം, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു, നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് കേൾക്കുന്നില്ല. അപ്പം ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രക്ഷിക്കുന്ന വിശ്വാസമാണെങ്കിൽ പ്രായോഗിക തലത്തിൽ യേശു കർത്താവ് പറഞ്ഞ സകല വചനങ്ങളും അനുസരിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. അങ്ങനെ അനുസരിക്കുന്ന ഒരു സ്വഭാവമായിരിക്കും എനിക്ക്. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാൾ മരിച്ചാലും ജീവിക്കും. അല്ലാതെ എവിടെയെങ്കിലും ഒരു ധൃതി പ്രസംഗത്തിൽ അതിൻ്റെ അവസാനം വൈകാരികമായി ആളുകളെ ഇളക്കി കൈയൊന്നുയർത്താൻ പറഞ്ഞ് കൈയൊന്നുയർത്തിയാൽ ഉടനെ ബൈബിള് പറയുന്ന വിശ്വാസം ഉണ്ടാകുന്നില്ല. ബിബ്ലിക്കൽ ഫെയ്ത്ത്, രക്ഷിക്കുന്ന വിശ്വാസം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം, മനുഷ്യത്വം, രക്ഷണ്യ പ്രവൃത്തി എന്നിത്യാദി കാര്യങ്ങളെ വചന അടിസ്ഥാനത്തിൽ ഗ്രഹിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുന്ന, ഉൾക്കൊള്ളുന്ന ഒരാളിൽ കർത്താവിൻ്റെ വചനമെല്ലാം കൃത്യമായി അനുസരിക്കുന്ന ഒരാളായിത്തീരും. അങ്ങനെ ഉള്ള വ്യക്തിയാണ് വേദപുസ്തകം പറയുന്ന രക്ഷിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉടമ. അങ്ങനെയുള്ളവരും ഫിസിക്കലി മരിക്കും, മരിച്ചാലും അവർ ജീവിക്കും. ബിക്കോസ് ജീസസ് ഈസ് ഗോയിങ് ടു റൈസ് ദം അപ്പ്. 6-ാമത്തെ അധ്യായത്തിലേക്ക് പെട്ടെന്നൊന്ന് വന്നാട്ടെ. എത്രയെത്ര പ്രാവശ്യം കർത്താവ് ആ വിഷയങ്ങളെ പറഞ്ഞിരുന്നു നോയികെ. അതിൻ്റെ 39-40 വാക്യം, അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. 6-ാം അധ്യായം ഒരു പ്രാവശ്യം കൂടെ ദൈവമക്കളൊന്ന് ധ്യാനിച്ചാൽ അനേക ആവർത്തി ഐ വിൽ റൈസ് ഹിം അപ്പ് ഓൺ ദ ലാസ്റ്റ് ഡേ എന്ന് കർത്താവ് ആവർത്തിച്ചാവർത്തിച്ച് വാഗ്ദത്തം തരുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ചിന്താവിഷയം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യമാണ്. അതിൽ മരണമെന്ന പ്രയോഗവും എന്നിൽ വിശ്വസിക്കുന്നവൻ എന്ന പ്രയോഗവും കൂടെ ഒരുമിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയായിരുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട് ശാരീരിക മരണമില്ല എന്നാരും ചിന്തിക്കരുത്. അങ്ങനെയുള്ളവർക്കും ശാരീരിക മരണം ഉണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ പ്രവൃത്തിയും കർത്താവിൻ്റെ ദൈവത്വവും മനുഷ്യത്വവും ഒക്കെ ഏറ്റെടുത്ത, കർത്താവിൽ വിശ്വസിച്ച ഒരു ദൈവ പൈതൽ മരിച്ചാലും ജീവിക്കുമെന്നുള്ള വലിയ വാഗ്ദത്തമാണ് 25-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആ വാഗ്ദത്തം തരുവാൻ ലോകത്തിലെ ഒരു മതത്തിനോ ഒരു ഗുരുക്കന്മാർക്കോ കഴിയുകയില്ല. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന് മാത്രമേ തരുവാൻ കഴിയുകയുള്ളൂ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ശാരീരിക മരണത്തെക്കുറിച്ച് ഈ വാക്യത്തിൽ നിന്നുകൊണ്ട് ചില സൂചനകളുടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട വിഷയമാണ് മരണത്തെക്കുറിച്ച്.
25-ാം വാക്യത്തിൽ ശാരീരിക മരണത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ. ഞാൻ 8-ാം അധ്യായത്തിലൊക്കെ ശാരീരിക മരണത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, വളരെ ശാന്തമായി ദയവായി നിങ്ങൾ ഈ വിഷയം ഒന്ന് ചിന്തിക്കുവാനായിട്ട് ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ അപേക്ഷിക്കുകയാണ്. ഭൂമിയിലുള്ള സകല മനുഷ്യരും മരിക്കും. ഇവിടെ എഴുതിയിരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിക്കും, വിശ്വസിക്കാത്തവനും മരിക്കും. വേദപുസ്തകം വളരെ ക്ലിയറായി ധാരാളം ഇടങ്ങളിൽ മരണത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ശാരീരിക മരണം ഒരു യാഥാർത്ഥ്യമായിട്ടും ബൈബിൾ അത് പറയുന്നു. നമ്മുടെ എക്സ്പീരിയൻസിൽ നമ്മളത് കാണുന്നു. നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവർ എത്രയോ പേർ മരിച്ചു, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നിട്ടും മരണത്തെക്കുറിച്ച് ഗൗരവമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ എപ്പിസോഡിൽ നിങ്ങൾ കേൾക്കുന്ന ഈ ദൂത് നിമിത്തം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിങ്ങളെ ഒന്ന് തട്ടി ഉണർത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം പറയുന്നത്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഡെത്ത് ഈസ് എ ഡിവൈൻ അപ്പോയിൻമെൻറ്റ് ഫോർ മാൻ. നമ്മൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ മരിക്കുമെന്നുള്ളത്. ബട്ട് ഇറ്റ് ഈസ് എ ഫാക്റ്റ്. എല്ലാവരും മരിക്കും. നിങ്ങളുടെ ബൈബിൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ സഭാപ്രസംഗി 7-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരികെയാണ്. 7-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്, അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. മരണമാണ് സകല മനുഷ്യരുടെയും അവസാനമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. അതുപോലെ സഭാപ്രസംഗി തന്നെ 8-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ആത്മാവിനെ തടുക്കുവാൻ ആത്മാവിന് മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവൻ ഇല്ല. നോ വൺ ഹാസ് ദ പവർ ഓവർ ഡെത്ത്. ഇന്നത്തെ ഈ കാലത്തിൽ ആളുകളൊക്കെ വളരെ ബിസിയാണ്. ആളുകൾക്ക് ഇതൊന്നും ചിന്തിക്കാനൊന്നും നേരമില്ല. ഒന്നിനും ഒരു നേരമില്ലാത്ത സമയമാണ്. പ്രാർത്ഥിക്കാനും നേരമില്ല, ദൈവവചനം ധ്യാനിക്കാൻ നേരമില്ല, ഒരു കാര്യത്തിന് നേരമില്ലാത്ത ഒരു സമയമാണ്. പക്ഷേ ഞാൻ ദൈവമക്കളോട് പറയാം, എത്ര ബിസി ആയിട്ടുള്ള ആളിനെയും മരണം പിടിക്കും. മരണം കയറി വരുമ്പോൾ ഞാൻ ബിസിയാണ് എന്ന് പറഞ്ഞ് ഒഴിയാനൊക്കത്തില്ല. എവ്രിവൺ ഹാസ് ടു ഡൈ. അങ്ങനെയാണെങ്കിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുമുള്ള ശരിയായ ബിബ്ലിക്കൽ ധാരണ നമുക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ വലിയ ചതിവിൽ നമ്മളായിപ്പോകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഫിസിക്കലി ഞാൻ മരിച്ചാലും ജീവിക്കും. ഫിസിക്കൽ മരണം എന്താണ്? മരണാനന്തരം ഞാൻ എവിടേക്കാണ് പോകുന്നത്? എങ്ങനെയാണ് കർത്താവ് എന്നെ ഉയർപ്പിക്കുന്നത്? നമ്മൾ ഈ എപ്പിസോഡിൽ മാത്രമല്ല, അടുത്ത എപ്പിസോഡിലും ഇതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ചിന്തിക്കുവാൻ പോകുന്നത്. ഈ ദൂത് ലാഘവമായി എടുക്കരുത്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മരണം എന്താണ് എന്ന് നമ്മൾക്ക് പഠിക്കുവാൻ കഴിയും. ഈ സഭാപ്രസംഗിയുടെ പുസ്തകം തന്നെ അതിൻ്റെ 12-ാം അധ്യായം 7-ാം വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അതുപോലെ യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 26-ാം വാക്യം, ഈ 2 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ട് ഈസ് ഡെത്ത്? നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് സെപ്പറേറ്റഡ് ആകുന്നതാണ് മരണം. മരണം വേർപാടാണ്. നമ്മുടെ അസൽ മനുഷ്യൻ ഈ പുറത്ത് കാണുന്ന ശരീരമല്ല. ഇതിനകത്താണ് മനുഷ്യൻ്റെ ആത്മാവ്, ദൈവം തന്ന മനുഷ്യൻ്റെ ആത്മാവ് കുടികൊള്ളുന്നത്. ദൈവത്തിൻ്റെ സമയത്ത് പുറത്തെ കൂടാകുന്ന വീടാകുന്ന ഈ ശരീരത്തിൽ നിന്ന് മനുഷ്യൻ്റെ ആത്മാവ് സെപ്പറേറ്റഡ് ആകുന്നു. അതാണ് മരണം എന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും. ആ ശരീരം വിട്ട ആത്മാവ് വേർപെടുന്ന ആ അനുഭവം ഇറ്റ് ഈസ് ടെമ്പററി.
താൽക്കാലികമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, കർത്താവ് പറയുന്നു, ഒടുക്കലത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ശാരീരികമായ ഒരു റിസറക്ഷൻ ഉണ്ടാകും. അതിനെക്കുറിച്ച് ദൈവഹിതമെങ്കിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ എന്നാണ് മരിക്കാൻ പോകുന്നത് ആർക്കും അറിയില്ല. എങ്ങനെയാണ് മരിക്കുന്നത് ആർക്കും അറിയില്ല. ഫിസിക്കൽ ഡെത്ത് യാഥാർത്ഥ്യമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വേദഭാഗമാണ് 90-ാം സങ്കീർത്തനം, അതിന് 10-ാം വചനം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഏറെയായാൽ 80 സംവത്സരം, 80 years. ഇതാണ് ജനറൽ കേസ്. ചിലർ കുറച്ചുകൂടെ നാളുകൾ ജീവിച്ചിരിക്കുന്നു. എന്നാൽ മിക്കവരും ഈ 80 വയസ്സ് വരെ ജീവിക്കുന്നില്ല. ഇനി 80 വയസ്സെന്ന് പറഞ്ഞാൽ ഒത്തിരി ദൈർഘ്യമായ കാലമല്ല എന്നുള്ള വിവരം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. 80 ഗുണം 365, 29,200 ദിവസമാണ് ദൈവം ഒരു മനുഷ്യന് ഭൂമിയിൽ അലോട്ട് ചെയ്തിരിക്കുന്നത്. എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞെങ്കിൽ 14,600 ദിവസം കഴിഞ്ഞു. ഇനിയും കുറേ ദിവസങ്ങളൂടെ ബാക്കിയുള്ളൂ. 60ഉം 70ഉം വയസ്സൊക്കെ ഉള്ളവർ എന്നെ കേൾക്കുന്നുണ്ടാവും. ഭയപ്പെടുത്താൻ പറയുകയല്ല, യാഥാർത്ഥ്യം പറയുകയാണ്. You got only a few more days to live. ഈ യാഥാർത്ഥ്യത്തിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, നിങ്ങളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്കുണ്ടോ? ആ ബന്ധത്തിലേക്ക് ഏർപ്പെട്ട ശേഷം ആ ബന്ധം സൂക്ഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രിയ സഹോദരി സഹോദര, നിങ്ങൾ അപകടമേഖലയിലാണ്. ഈ ബൈബിളിലെ നിത്യസത്യങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുന്നത്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഒരിക്കലും മാറ്റം വരാത്ത ദൈവശ്വാസീയമായ ദൈവത്തിൻ്റെ വചനം. വേദപുസ്തകത്തിൽ ഇയ്യോബിൻ്റെ പുസ്തകം 7-ാം അധ്യായം 6-7 വാക്യത്തിൽ ജീവൻ ഒരു ശ്വാസം മാത്രമാണ്. സങ്കീർത്തനം 103 15-16 വാക്യം ഇങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്: മനുഷ്യൻ്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിൻ്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. ലൈഫ് ഇസ് ഫ്ലീറ്റിംഗ്, ലൈഫ് ഇസ് ഷോർട്ട്, ലൈഫ് ഇസ് എ വേപ്പർ. നിത്യതയുടെ കാഴ്ചപ്പാടിൽ നമ്മൾ ചിന്തിച്ചാൽ മനുഷ്യായുസ് വളരെ ഷോർട്ടാണ്. നമ്മളിങ്ങനെ ചിന്തിക്കാൻ കാരണം കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ 11:25 എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യെസ്, ഹി വിൽ ഡൈ, ബട്ട് ദാറ്റ്സ് നോട്ട് ദി എൻഡ്. ഹി വിൽ ബി റൈസ്ഡ് അഗൈൻ. ശാരീരിക മരണമുണ്ട്, പക്ഷേ കർത്താവ് വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ താങ്കളെ ഉയർപ്പിക്കണമെങ്കിൽ ഹാവ് യു ബിലീവ്ഡ് ഇൻ ജീസസ്? യേശു ദൈവമെന്നും യേശു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു എന്നും യേശു എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായി ഒരു യാഗമായി തീർന്നു എന്നുമുള്ള സത്യം ഗ്രഹിച്ച് വിശ്വസിച്ച് യേശുവിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുന്നുവോ? ഡോണ്ട് ഡിസീവ് യുവർ സെൽഫ്. ദിസ് ഈസ് ദ ട്രൂത്ത് ഓഫ് ഗോഡ്സ് വേർഡ്. ഇതുകൊണ്ടാണ് സങ്കീർത്തനം 90:12 എങ്ങനെയാണ് മലയാളം പരിഭാഷയിൽ: ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇംഗ്ലീഷിലെ ഒരു തർജ്ജമ എങ്ങനെയാണ്? മോശ പ്രാർത്ഥിക്കുന്നു ദൈവത്തോട്: ടീച്ച് അസ് ഹൗ ഷോർട്ട് അവർ ലൈഫ് ഈസ് സോ ദാറ്റ് വി മേ ബിക്കം വൈസ്. ഇത്രയും ചുരുങ്ങിയ ദിവസമേ ഉള്ളൂ ഞങ്ങളുടെ ആയുസ്സെന്ന് ദൈവമേ ഞങ്ങളെ പഠിപ്പിക്കണം. പഠിപ്പിച്ചാൽ ജ്ഞാനമുള്ള ഹൃദയം ഞങ്ങൾക്കുണ്ടാവും. We will then surely use our time on earth wisely. എബ്രായ ലേഖനം 9:27 ഞാനൊന്ന് പരാമർശിച്ചതാണ്.
ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിലും എഫേസ്യർ 5:15-16, കൊലോസ്യർ 4:5, മരണം ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ ഈ ലോകത്തിൽ വെച്ചുള്ള ദൈവത്തോട് ബന്ധപ്പെടുവാനുള്ള ഏറ്റവും അവസാനത്തെ സമയം കഴിയുകയാണ്. ഓൾ ഓപ്പർച്യൂണിറ്റീസ് എൻഡ് വിത്ത് ഡെത്ത്. അതുകൊണ്ട് ജീവനോടെ ഇരിക്കുമ്പോൾ ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും കരുതലോടെ ആയിരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് ഇങ്ങനെ മനുഷ്യൻ മരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാനിൽ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ശാരീരിക മരണമില്ലായിരുന്നു. മരണം ഭൂമിയിൽ മനുഷ്യനിൽ കടക്കാൻ കാരണം അവൻ്റെ പാപമാണ്. കുറേ വാക്യങ്ങൾ ഞാൻ തരാം, എല്ലാം വിശദീകരിക്കാൻ നമുക്ക് ഈ എപ്പിസോഡിൽ സമയമില്ല. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യം, റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം, 6-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. ഇറ്റ്സ് ബിക്കോസ് ഓഫ് സിൻ. ആദാം ചെയ്ത പാപം നിമിത്തം മരണം മാനവജാതിയിലേക്ക് കടന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് അവരന്യപ്പെട്ടു. അതുകൊണ്ട് എല്ലാവരും മരിക്കണം. അങ്ങനെയാണ് ശാരീരിക മരണം ഭൂമിയിൽ കടന്ന് കൂടിയത്. ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുമ്പോൾ ഞാൻ ദൈവമക്കളോട് പറയാം, ഡെത്ത് ഇസ് നോട്ട് സെസേഷൻ ഓഫ് ലൈഫ്. അനേക ആളുകൾ ചിന്തിക്കുന്നത് ശാരീരികമായിട്ട് മരിച്ചാൽ പിന്നെ ആൾ തീർന്നെന്നാണ്. ഒരിക്കലുമില്ല. ഞാൻ ദൈവവചനത്തിൽ മാത്രം നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയാം, അല്ലാതെ ഉള്ള പല അനുഭവങ്ങളുള്ള പ്രിയപ്പെട്ടവരുണ്ട്. അനുഭവങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. ഒരു വാക്യം 2 തിമോത്തിയോസ് 4-ാം അധ്യായം 6-ാം വാക്യം, അപ്പോസ്തലനായ പൗലോസ് എഴുതിയ അവസാനത്തെ ലേഖനത്തിൽ ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്, എൻ്റെ നിര്യാണകാലമടുത്തു. ദ ടൈം ഫോർ മൈ ഡിപ്പാർച്ചർ ഹാസ് കം. ഡിപ്പാർച്ചർ എന്ന പ്രയോഗം, അനാലിസിസ് എന്ന പ്രയോഗം, അത് 2 നിലയിൽ ചിന്തിക്കാം. അതിൻ്റെ ഒരർത്ഥം, ഒരു അടിമയായ മനുഷ്യനെ വില കൊടുത്തൊരാൾ മേടിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക് വിടുന്നു. ഇതാണ് മരണം. കെട്ടപ്പെട്ട അനുഭവത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുന്ന അനുഭവം. അപ്പോൾ ആൾ തീരുകയല്ല, ഇസ് ഗോയിങ് ടു അനദർ പ്ലേസ് ഓഫ് ലിബർട്ടി. വേറൊരർത്ഥം, തുറമുഖത്ത് വടങ്ങളാൽ ബന്ധിക്കപ്പെട്ട ഒരു ചെറിയ കപ്പൽ തുറമുഖത്തുനിന്ന് നീങ്ങുവാൻ സമയമാകുമ്പോൾ വടങ്ങൾ ഓരോന്നായിട്ട് അഴിച്ച് ഏറ്റവും അവസാനത്തെ വടവും അഴിച്ചു മാറ്റി അടുത്ത തുറമുഖത്തിലേക്ക് കപ്പൽ പോകുന്നതാണ് അനാലിസിസ്. അല്ലാതെ ആൾ തീരുകയല്ല. ഡെത്ത് ഇസ് നോട്ട് സെസേഷൻ ഓഫ് ലൈഫ്. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പിന്നെയും എക്സിസ്റ്റ് ചെയ്യുകയാണ്. കർത്താവിൻ്റെ വരവിങ്കൽ ആത്മാവ് പിന്നെയും ശരീരത്തോട് ജോയിൻ ചെയ്യുന്നു. പുത്തനൊരു ശരീരം, ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം ഒരു വിശുദ്ധന് ലഭിക്കുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത ആഴ്ച തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കണം. ഇതുപോലെ തന്നെ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ച ആ പാഠം വളരെ ക്ലിയർ അല്ലേ? ധനവാനായ മനുഷ്യനും ലാസറും ഇരുവരും മരിച്ചു കഴിഞ്ഞ് തീരുകയല്ല. ഒരാൾ യാതനാ സ്ഥലത്ത്, ഒരാൾ പറുദീസയിൽ. അവരുടെ ആത്മാക്കൾ എക്സിസ്റ്റ് ചെയ്യുകയാണ്. അവർ സംസാരിക്കുന്നുണ്ട്. ആശ്വാസം ഒരാൾക്ക് അനുഭവിക്കാം, മറ്റേയാൾക്ക് യാതന അനുഭവിക്കാം. അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സ്ഥിതി അവർക്കുണ്ടായിരുന്നു. മരണത്തെ വെറുതെ നമ്മൾ തള്ളിക്കളയരുത്. ലൂക്കോസിൻ്റെ സുവിശേഷം 16-ന്റെ 30-31 വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ചാൽ ഇതിൻ്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെയാണ്: യാതനാ സ്ഥലത്ത് പോകാൻ കാരണം മാനസാന്തരമില്ലാതെ, ദൈവവചനത്തിലൂടെ ദൈവിക പദ്ധതികൾ മനസ്സിലാക്കാതെ ഒരു മനുഷ്യൻ ജീവിച്ചതുകൊണ്ടാണ്. അടുത്ത ആഴ്ച നമുക്ക് ഈ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യണം. വിഷയം മറക്കരുത്. യോഹന്നാൻ 11:25, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യേശു പുനരുത്ഥാനവും ജീവനുമാണ്. യേശുവിൽ വിശ്വാസമർപ്പിക്കുക. പ്രത്യാശയില്ലാത്ത ആരെങ്കിലും എന്നെ ഇന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയ സുഹൃത്തെ, യേശുക്രിസ്തു ദൈവമാണ്. യേശു തരുന്ന ഈ വാഗ്ദത്തം പോലെ ലോകത്തിൽ ആർക്കും വാഗ്ദത്തം തരാൻ കഴിയത്തില്ല. മറ്റൊരു മതത്തിനും തരാൻ കഴിയാത്ത പ്രത്യാശ ജീസസ് നിനക്ക് തരുന്നു. മരണഭയം ചിലരിൽ നിന്ന് മാറട്ടെ. എല്ലാവരും മരിക്കും, ദാറ്റ്സ് എ ഫാക്ട്. പക്ഷേ മരണമല്ല താങ്കളുടെ അവസാനം.
യേശുവിൽ വിശ്വാസമർപ്പിച്ച് യേശു ആഗ്രഹിക്കുന്ന പോലെ ജീവിച്ച ഒരു ദൈവ പൈതൽ മരിച്ചാലും he will be resurrected on the last day. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.